ഹായ്, കൺവല്യൂഷൻ തിയറത്തിന്റെ ഒരു 3 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാനുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. യൂസ് കൺവല്യൂഷൻ തിയറം ടു ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്. നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. കൺവല്യൂഷൻ തിയറാണ് തന്നിട്ടുണ്ട്. എൽ ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് 2s പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ. പക്ഷെ ഇത് നമ്മുടെ കറക്റ്റ് ഫോർമാറ്റിലല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? കറക്റ്റ് ഫോർമാറ്റിൽ ആക്കണം. അതായത് ഇതിനെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് വെച്ച് ഒന്ന് സ്ക്വയർ ആക്കി മാറ്റാം. അപ്പൊ എന്ത് വരും? എൽ ഇൻവേഴ്സ് ഓഫ് 1 ഇവിടെ എന്താണ്? എസിന്റെ കോഎഫിഷ്യന്റ് 2, അതിന്റെ പകുതി 1, അതിന്റെ സ്ക്വയർ 1 ആഡിങ് ആൻഡ് സബ്ട്രാക്ടിങ്. അപ്പൊ എന്ത് വരും? s² പ്ലസ് 2s പ്ലസ് 1 മൈനസ് 1 പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ ആക്കി കണ്ടോ? നമ്മൾ എക്സ്ട്രാ കൊടുത്ത എന്താണ്? ഒരു പ്ലസ് 1 മൈനസ് 1. ആ പ്ലസ് 1 എവിടെ നിന്ന് വന്നു? എസിന്റെ കോഎഫിഷ്യന്റ് 2, 2ന്റെ പകുതി 1, 1ന്റെ സ്ക്വയർ 1, ആ 1നെ ആഡിങ് ആൻഡ് സബ്ട്രാക്ടിങ്. അപ്പൊ ഈ 3 ടേം കൂടെ ചേർത്ത് എന്ത് വരും? എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ അല്ലേ? അടുത്തെന്ത് വരും? പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ അല്ലേ? അല്ലേ? ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് ഈ പ്ലസ് 1നെ ഷിഫ്റ്റ് ചെയ്ത് വെളിയിലാക്കാം അല്ലേ? ഈ പ്ലസ് 1നെ ഷിഫ്റ്റ് ചെയ്ത് വെളിയിലാക്കുമ്പോൾ എന്ത് വരും? e⁻t. ബാക്കി എന്ത് വരും? എൽ ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ എന്നല്ലേ? ഇതല്ലേ? ഇനി ഇതിനെങ്ങനെ എഴുതാം? അതായത് e⁻t എൽ ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് 4, 1/s² പ്ലസ് 4 എന്നല്ലേ? ഇങ്ങനെ എഴുതാലോ. എന്താണ് എൽ ഇൻവേഴ്സ് ഓഫ്? ഇത് രണ്ടിന്റെയും പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കൺവല്യൂഷൻ തിയറി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് e⁻t എൽ ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് 4 സ്റ്റാർ എൽ ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് 4 എന്നല്ലേ? ആണല്ലോ. എന്താണ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് 4? sin 2t/2 ആണ്. അപ്പൊ ഒരു e⁻t വെളിയിലുണ്ട്. sin 2t/2 സ്റ്റാർ ആണ്. വീണ്ടും sin 2t/2. ഇതെങ്ങനെ എഴുതാം? ഒരു e⁻t ഉണ്ട്, ഒരു /4 കൂടെ വെളിയിലാക്കാം അല്ലേ? ബാക്കി എന്താണ്? sin 2t സ്റ്റാർ sin 2t. ഇതെങ്ങനെ ചെയ്യും? e⁻t/4 ഇന്റഗ്രൽ അല്ലേ? ഇന്റഗ്രൽ 0 to t sin ഒരാളെ u എന്നും മറ്റേ t മൈനസ് u എന്നും sin 2u sin 2t മൈനസ് u du. ഇതല്ലേ? ഇതെന്താണ്? sin a sin b. sin a sin b എന്ന് പറഞ്ഞാൽ എന്താണ്? sin a sin b എന്ന് പറഞ്ഞാൽ cos ഓഫ് ഡിഫറൻസ് മൈനസ് cos ഓഫ് സം ബൈ 2. sin a sin b എന്ന് പറഞ്ഞാൽ cos ഓഫ് ഡിഫറൻസ് മൈനസ് cos ഓഫ് സം ബൈ 2 എന്നാണ്. sin a sin b എന്ന് പറഞ്ഞാൽ cos ഓഫ് ഡിഫറൻസ് മൈനസ് cos ഓഫ് സം ബൈ 2. അപ്പൊ ഇതെന്ത് വരും? ഒരു e⁻t/4 വെളിയിലുണ്ട്. cos ഓഫ് ഡിഫറൻസ്, cos ഓഫ് രണ്ടിന്റെ ഡിഫറൻസ് എന്താണ്? 2u മൈനസ് 2t മൈനസ് 2u എന്നാണ്. അപ്പൊ പ്ലസ് 2u. cos ഓഫ് ഡിഫറൻസ് എഴുതി. മൈനസ് cos ഓഫ് സം എന്താണ്? cos ഓഫ് സം 2u മൈനസ് 2t മൈനസ് 2u. പിന്നെ ഒരു du, ഒരു /2 കൂടെ അല്ലേ? അപ്പൊ ഇവിടെ 2u 2u വെട്ടിപ്പോവും. എന്ത് വരും? e⁻t/4 ഉണ്ട്. നമ്മൾ ഇന്റഗ്രേഷൻ കഴിഞ്ഞില്ല. അപ്പൊ ഇന്റഗ്രൽ 0 to t ഇവിടെ വേണം. ഇന്റഗ്രൽ 0 to t ഇവിടെ എന്താണ്? 2u 2u കൂടെ 4u cos 4u മൈനസ് 2t അല്ലേ? ഈ 2 കൂടെ ഇവിടെ കേട്ട്. അപ്പൊ /8 cos ഓഫ് 4u മൈനസ് 2t മൈനസ് cos ഓഫ് 2t. cos ഓഫ് മൈനസ് 2t ആണ്. cos ഓഫ് മൈനസ് 2t cos 2t തന്നെയാണ്. cos 2t പിന്നെ ഒരു du കൂടെ. ഓക്കെ അല്ലേ? ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. e⁻t/8 എന്താണ്? ഇവിടെ വിത്ത് റെസ്പെക്ട് ടു u വരുമ്പോൾ cos സൈൻ ആണ്. sin 4u മൈനസ് 2t ഈ 4u മൈനസ് 2t യുടെ വിത്ത് റെസ്പെക്ട് ടു u ഡെറിവേറ്റീവ് കൂടെ വരും. /4
മൈനസ് കോസിന് എന്താണ് ഇവിടെ കോസ് ഓഫ് യു ഇല്ല, അപ്പൊ ഇൻറ്റു യു ആണ്. ഇത് കോൺസ്റ്റന്റ് ആണ്. കോസ് 2t ഇൻറ്റു യു, കോസ് 2t ഇൻറ്റു ഒരു യുവും കൂടെ ഉണ്ട്. നമ്മുടെ ലിമിറ്റ് 0 to t ആണ്. ആ ലിമിറ്റും കൂടെ കൊടുത്താൽ മതി. അതായത് e raised to minus t by 8t. അപ്പർ ലിമിറ്റ് t കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? സൈൻ 4t മൈനസ് 2t, അതായത് സൈൻ 2t by 4, സൈൻ 2t by 4. അടുത്ത എന്ത് വരും? മൈനസ് t കൊടുക്കുമ്പോൾ t കോസ് 2t. അടുത്ത ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോഴോ സൈൻ ഓഫ് ലോവർ ലിമിറ്റ് ആണ് മൈനസ് സൈൻ മൈനസ് 2t by 4. ഇത് 0 വരും. എന്താണ് സൈൻ ഓഫ് മൈനസ് തീറ്റ? മൈനസ് സൈൻ തീറ്റ, അപ്പൊ പ്ലസ് എന്ന് വരും. അപ്പൊ എന്താണ് വരുന്നത്? e raised to minus t by 8 ഉണ്ട്. സൈൻ 2t by 4 പ്ലസ് സൈൻ 2t by 4 എന്നില്ലേ? സൈൻ 2t by 4 ഒരു മൈനസ് t കോസ് 2t, വീണ്ടും പ്ലസ് സൈൻ 2t by 4. എന്താണ് സൈൻ 2t by 4 പ്ലസ് സൈൻ 2t by 4? 2 സൈൻ 2t by 4 ആണ്. അതായത് സൈൻ 2t by 2. e raised to minus t by 8 ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് സൈൻ 2t by 2 മൈനസ് ഒരു t കോസ് 2t. ഇത്രയില്ലേ? കുറച്ചും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പൊ എന്ത് കിട്ടും? ആ ബൈ 2 കൂടെ നമുക്കൊന്ന് വെളിയിലാക്കാം. ഈ 2 കൂടെ വെളിയിൽ വന്നാൽ e raised to minus t by 16. പിന്നെ എന്ത് വരും? സൈൻ 2t. അപ്പൊ ഇവിടെ ഒരു 2 കൂടെ വരണ്ടേ? മൈനസ് 2t കോസ് 2t. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, next question is use convolution theorem to find the inverse Laplace transform of 1 by s plus 1 into s minus 1 the whole square. Verify the result by finding the inverse using partial fraction method. ഇത് ലെങ്തി ആണ്. നമുക്ക് കൺവല്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. എന്നിട്ട് അത് നമുക്ക് വെരിഫൈ ചെയ്യണം. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് വീണ്ടും കണ്ടുപിടിച്ചിട്ട് അത് രണ്ടുമായിട്ട് വെരിഫൈ ചെയ്യണം. രണ്ടും സെയിം ആണോ നോക്കണം. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇൻവേഴ്സ് കാണാമല്ലോ, അങ്ങനെയും കാണുക. കൺവല്യൂഷൻ തിയറം വെച്ചിട്ടും ഇൻവേഴ്സ് കാണാം. രണ്ടും കണ്ടുപിടിച്ച് രണ്ടും കൂടി വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഒന്നാണോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാർട്ട് ചെയ്യാം. ബൈ യൂസിങ് കൺവല്യൂഷൻ തിയറം ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നോക്കാം. അതായത് എൽ ഇൻവേഴ്സ് ഓഫ് 1 by s plus 1 into s minus 1 the whole square എന്നാണ്. ഇതിന് എങ്ങനെ എഴുതാം? എൽ ഇൻവേഴ്സ് ഓഫ് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 1 by s plus 1 1 by s minus 1 the whole square. ഇങ്ങനെയല്ലേ? അപ്പൊ എന്ത് പറയാം? എൽ ഇൻവേഴ്സ് ഓഫ് 1 by s plus 1 സ്റ്റാർ എൽ ഇൻവേഴ്സ് ഓഫ് 1 by s minus 1 the whole square. ഇതാണല്ലോ. എന്താണ് എൽ ഇൻവേഴ്സ് ഓഫ് 1 by s plus 1? e raised to minus t ആണ്. സ്റ്റാർ ഇതെന്താണ്? മൈനസ് 1നെ ഷിഫ്റ്റ് ചെയ്ത് വെളിയിലാക്കാം. അപ്പൊ e raised to t, ബാക്കി എൽ ഇൻവേഴ്സ് ഓഫ് 1 by s square. അല്ലേ? എന്താണ് എൽ ഇൻവേഴ്സ് ഓഫ് 1 by s square? t ആണ്. അപ്പൊ എന്ത് വരും? e raised to minus t സ്റ്റാർ e raised to minus t into t. അല്ലേ? നമുക്കിനി എന്താണ് നമ്മുടെ ഫോർമുല? ഇന്റഗ്രൽ 0 to t. ഒരാളെ നമുക്ക് u എന്ന് കൊടുക്കാം, മറ്റേ t മൈനസ് u എന്ന് കൊടുക്കാം. ഇതിനെന്താണ്? u e raised to minus u. നമ്മൾ ഇതിന് u കൊടുത്തു, ഈ tക്ക് വരെ u കൊടുത്തു. u e raised to minus u. ഇതെന്താണ്? t മൈനസ് u കൊടുക്കാം. e raised to minus t minus u du. ഇതാണ് നമ്മുടെ ഫോർമുല. ഏതെങ്കിലും ഒരു ടൈമിന് ടിക്ക് പകരം യു എന്നും മറ്റേ ടൈമിലെ ടിക്ക് പകരം ടി മൈനസ് യു എന്നും കൊടുക്കുന്നു. എന്നിട്ട് ഇന്റഗ്രൽ 0 to t എന്നാണ്. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 0 to t u e raised to minus u. ഇതെന്താണ്? e raised to minus t into e raised to minus minus u അല്ലേ? e raised to u du അല്ലേ? അതായത് a raised to m plus n നെ a raised to m into a raised to n എന്ന് എഴുതാം.
അങ്ങനെ സ്പ്ലിറ്റപ്പ് ആക്കി എഴുതി. നമ്മൾ ഡി യുനാണ് ചെയ്യുന്നത്. അപ്പൊ ഇ റൈസ് ടു മൈനസ് ടി കോൺസ്റ്റന്റ് അല്ലേ, ഇ റൈസ് ടു മൈനസ് ടി എവിടെയിലാക്കാം, ഇന്റഗ്രൽ 0 ടു ടി ഉണ്ട്, പിന്നെ യു, ഇ റൈസ് ടു മൈനസ് യു ഇൻറ്റു ഇ റൈസ് ടു യു എന്താണ്, ഇതൊരു പ്രശ്നം നോക്കാം. ഇത് ഇ റൈസ് ടു ടി ആയിരുന്നു, ഇവിടെ എഴുതുമ്പോൾ മൈനസ് ടി എന്നായിപ്പോയി. അപ്പൊ അവിടെ അത് ഇ റൈസ് ടു ടി ആണേ. അപ്പൊ ഇവിടെ എന്ത് വരും, അന്നു ഇ റൈസ് ടു യു എന്നേ ഉള്ളൂ, ഉണ്ടോ, മൈനസ് ഇല്ല. ഇനി എന്താണ്, അപ്പൊ ഇ റൈസ് ടു മൈനസ് ടി വെളിയിലാക്കി, യു ഉണ്ട്, ഇ റൈസ് ടു യു ഇൻറ്റു ഇ റൈസ് ടു യു എന്താണ്, ഇ റൈസ് ടു 2u ആണ്. ഇതല്ലേ, നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാം. എന്ത് വരും, ഇ റൈസ് ടു മൈനസ് ടി ഉണ്ട്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു യു ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റൈസ് ടു യുവിന് ഇ റൈസ് ടു 2u ബൈ 2 മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താണ്, ഇ റൈസ് ടു 2u ബൈ 2 കൂടെ വരും, ബൈ 4 ലിമിറ്റ് 0 ടു ടി. ഇതല്ലേ, അതായത് ഇ റൈസ് ടു മൈനസ് ടി ഉണ്ട്, നമ്മൾ അപ്പർ ലിമിറ്റ് ടി കൊടുക്കുമ്പോൾ എന്ത് വരും, ടി ഇ റൈസ് ടു 2t ബൈ 2 മൈനസ് ഇ റൈസ് ടു 2t ബൈ 4. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോഴോ ഇത് 0 പ്ലസ് ഇ റൈസ് ടു 0 1 ആണ്, പ്ലസ് 1 ബൈ 4 എന്ന് വരും. ഇതാണ് ആൻസർ. നമുക്കൊരു ബൈ 4 കൂടെ വെളിയിൽ എടുക്കാം, ഇ റൈസ് ടു മൈനസ് ടി ബൈ 4. അപ്പൊ ഇവിടെ ഒരു 2 കൂടെ വരും, 2t ഇ റൈസ് ടു 2t മൈനസ് ഇവിടെ ബൈ 4 വെളിയിൽ പോയി, ഇ റൈസ് ടു 2t, ഇവിടെയും ബൈ 4 വെളിയിൽ പോയി, പ്ലസ് 1. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാൻ, വേണമെങ്കിൽ ഇ റൈസ് ഇതിനെ അകത്തോട്ട് കയറ്റാം. ഇത് അകത്തോട്ട് കയറ്റുമ്പോൾ എന്ത് വരും, ഇതിനൊന്ന് അകത്തോട്ട് കയറ്റുമ്പോഴത്തേക്ക് അതാണ് നല്ലത്. 2 ബൈ 4 വരുമ്പോൾ എന്താണ്, അതായത് ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 2t ഇ റൈസ് ടു 2t പിന്നെ ഒരു ഇ റൈസ് ടു മൈനസ് ടി ബൈ 4 മൈനസ് അടുത്ത് എന്ത് വരും, ഇ റൈസ് ടു 2t ഇ റൈസ് ടു മൈനസ് ടി ബൈ 4 പ്ലസ് ഇ റൈസ് ടു മൈനസ് ടി ബൈ 4 എന്ന് വരും. അപ്പൊ ഇവിടെ ടി ബൈ 2 ഇ റൈസ് ടു 2t ഇ റൈസ് ടു മൈനസ് ടി കൂടെ എന്താണ്, ഇ റൈസ് ടു ടി മൈനസ് ഇത് രണ്ടും കൂടെ എന്ത് വരും, ഇ റൈസ് ടു ടി ബൈ 4 പ്ലസ് ഇ റൈസ് ടു മൈനസ് ടി ബൈ 4 എന്നാണ് ആൻസർ ആയി കഴിഞ്ഞു. ടി ഇ റൈസ് ടു ടി ബൈ 2 മൈനസ് ഇ റൈസ് ടു ടി ബൈ 4 പ്ലസ് ഇ റൈസ് ടു മൈനസ് ടി ബൈ 4. ഇനി എന്ത് ചെയ്യണം, അപ്പൊ ഇതിന്റെ കൺക്ലൂഷൻ തിയറം വെച്ച ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതേ ആൻസർ തന്നെയാണോ നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ചെയ്യുമ്പോഴും കിട്ടുന്നതെന്ന് നോക്കണം. നമുക്കതും കൂടെ ചെയ്യാം. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ചെയ്യാൻ പോവുകയാണേ. നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ ചെയ്ത് നോക്കാം ബൈ യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ്. ആദ്യം പാർഷ്യൽ ഫ്രാക്ഷൻസ് ആക്കാം. 1 ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയറിന് എങ്ങനെ എഴുതാം പാർഷ്യൽ ഫ്രാക്ഷൻസ് ആയിട്ട്, എ ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി ബൈ എസ് മൈനസ് 1 പ്ലസ് സി ബൈ എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഇനി എന്ത് ചെയ്യും, മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ ഈ ടേം വെച്ച് മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ എന്താവും, 1 ഈക്വൽ ടു എ ഇൻറ്റു ഇവിടത്തെ എസ് പ്ലസ് 1 വെട്ടിപ്പോയിട്ട് എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മാത്രം വരും, പ്ലസ് ബി ഇൻറ്റു ഇവിടെ എന്താണ് ഒരു എസ് പ്ലസ് 1ഉം ഒരു എസ് മൈനസ് 1ഉം വരും, എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 1. ഇവിടെ എന്താണ് എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ വെട്ടിപ്പോയിട്ട് സി ഇൻറ്റു എസ് പ്ലസ് 1 എന്ന് വരും. നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ ആണ് ഇവിടെ കിടക്കട്ടെ, ഇത് തന്നെ കിട്ടുന്ന നോക്കണ്ടേ. ഇനി എന്താണ്, നമ്മൾ എസിന് 1 കൊടുക്കാം, പുട്ട് എസ് ഈക്വൽ ടു 1, പുട്ട് എസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും, 1 ഈക്വൽ ടു ഇത് 0 ഇതും 0 അത് മാത്രം ഉണ്ട്. എസിന് 1 കൊടുക്കുമ്പോൾ 2c അല്ലേ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, സി ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. ഒരു വാല്യൂ കിട്ടി, സി ആണ്, സിക്ക് 1/2 എന്ന് കിട്ടി. ഇനി അടുത്ത് എന്ത് ചെയ്യാം, പുട്ട് അടുത്ത വാല്യൂ എന്താണ്, പുട്ട് എസ് ഈക്വൽ ടു -1, എസിന് -1 കൊടുക്കാം. അപ്പൊ 1 ഈക്വൽ ടു -1 കൊടുക്കുമ്പോൾ എന്താണ്, ഇത് മാത്രം, ഇതും ഇല്ല ഇതും ഇല്ല, പക്ഷെ ഇതുണ്ട്. -1 കൊടുക്കുമ്പോൾ എ ഇൻറ്റു -1 -1 ദ ഹോൾ സ്ക്വയർ -2 ദ ഹോൾ സ്ക്വയർ ആണ് 4 എന്ന് വരും.
അപ്പൊ എ എന്താണ് 1/4 എന്ന് കിട്ടും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വാല്യൂസ് ഒന്നുമില്ല. ഇനി എന്ത് ചെയ്യണം? ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് എസ് സ്ക്വയർ. ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് എസ് സ്ക്വയർ. അപ്പൊ എന്ത് വരും? എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എസ് സ്ക്വയർ ഇല്ല. 0 ഈക്വൽ ടു ഇവിടെ എസ് സ്ക്വയർ ഉണ്ടല്ലോ എ. ഇവിടെ എന്താണ്? ബി എസ് സ്ക്വയർ. അവിടെ ഒരു ബി ഉണ്ട്, എ പ്ലസ് ബി അല്ലേ? അവിടെ ഇല്ല. എ പ്ലസ് ബി ഈക്വൽ ടു 0 എന്നാണ്. എ ഈക്വൽ ടു 1/4 ആണ്. അപ്പം ബി ഈക്വൽ ടു -1/4 അല്ലേ? ബിക്കും വാല്യൂ കിട്ടി. അപ്പൊ 3 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറയാം? ഇതിനെങ്ങനെ എഴുതാം? 3 വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അതായത് സി 1/2 ആണ്, എ 1/4 ആണ്, ബി -1/4 ആണ്. ഇത്രയിലേ കിട്ടിയത്. അതവിടെ കൊടുക്കാം. അപ്പൊ എന്ത് വരും? എ എന്ന് പറയുന്നത് 1/4 ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി എന്ന് പറയുന്നത് -1/4 ബൈ എസ് മൈനസ് 1 പ്ലസ് സി എന്ന് പറയുന്നത് 1/2 ബൈ എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഇതല്ലേ? നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് ദ എൽ ഇൻവേഴ്സ് ഓഫ് ദീസ്. അപ്പൊ എന്ത് വരും? എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് വരും? എൽ ഇൻവേഴ്സ് ഓഫ് ഈ ഓരോ ടേമിന്റെയും കണ്ടുപിടിച്ചാൽ പോരെ. അതായത് ഇതിന്റെ 1/4 വെളിയിലെടുക്കാം. ഇതിനെ എങ്ങനെ എഴുതാം? 1/4 ഇൻറ്റു എസ് പ്ലസ് 1 minus 1/4 into s minus 1 plus 1/2 into s minus 1 the whole square. ഇങ്ങനെ എഴുതി കൂടി? 1/4 into s plus 1 minus 1/4 into s minus 1 plus 1/2 into s minus 1 the whole square. ഇനി എൽ ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ ആദ്യം 1/4 വെളിയിലെടുക്കാം. 1/4 into എൽ ഇൻവേഴ്സ് ഓഫ് 1/s plus 1 minus 1/4 into എൽ ഇൻവേഴ്സ് ഓഫ് 1/s minus 1 plus 1/2 into L inverse of 1/s minus 1 the whole square. ഇതല്ലേ? 1/4 എന്താണ്? L inverse of 1/s plus 1 എന്ന് പറയുന്നത് e raised to minus t അല്ലേ? അതൊരു ടേം വന്നു. മൈനസ് e raised to minus t by 4 ഒരു ടേം. അടുത്തെന്താണ്? 1/4. അടുത്ത ടേമിന് എന്താണ്? e raised to t അല്ലേ? അതും ഉണ്ട്. കണ്ട ഈ ടേം ഇത് രണ്ടും ആയി കഴിഞ്ഞു. അതെന്താണ്? ഒരു 1/2 ഉണ്ട്. ആ -1 ഷിഫ്റ്റ് ചെയ്ത് വെളിയിലാക്കാം. അപ്പൊ e raised to t. പിന്നെ എന്ത് വരും? L inverse of 1/s square. ഇതല്ലേ? അതായത് 1/4 e raised to minus t minus 1/4 e raised to t plus 1/2 e raised to t. എന്താണ് L inverse of 1/s square? t ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാനുണ്ട്. Next question is use convolution theorem to find the inverse Laplace transform of s by s minus 1 into s square plus 4. Verify the result by finding the inverse using partial fraction method. അപ്പം കൺവല്യൂഷൻ തിയറം വെച്ചിട്ട് നമുക്ക് അതിന്റെ ഇൻവേഴ്സ് കാണണം. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ടും ഇൻവേഴ്സ് കാണണം. എന്നിട്ട് വെരിഫൈ ചെയ്യണം രണ്ടും സെയിം ആണോ എന്ന് നോക്കണം. ആദ്യം കൺവല്യൂഷന്റെ പാർട്ട് ചെയ്യാം. L inverse of s by s minus 1 into s square plus 4. ഇതിന് എങ്ങനെ എഴുതാം? നമുക്ക് രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം. പക്ഷെ രണ്ടിന്റെ ഇൻവേഴ്സ് വേണം. അപ്പൊ എങ്ങനെ എഴുതാം? s by s minus 1 എന്ന് എഴുതിയിട്ട് കാര്യമില്ലല്ലോ, അതിന് ഇൻവേഴ്സ് ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇതിന് എങ്ങനെ എഴുതാം? L inverse of 1 by s minus 1. ഇതിന്റെ ഇൻവേഴ്സ് അറിയാം. s by s square plus 4 ഇങ്ങനെ എഴുതാമല്ലോ. രണ്ടിന്റെയും ഇൻവേഴ്സ് അറിയാം. രണ്ടിന്റെയും ഇൻവേഴ്സ് അറിയത്തക്ക രീതിയിൽ വേണം ചെയ്യാനായിട്ട്. s by s minus 1 എന്ന് എഴുതിയിട്ട് കാര്യമില്ല. 1 by s minus 1 into s by s square plus 4 എന്ന് എഴുതാം. ഇതെന്താണ്? L inverse of 1 by s minus 1 star L inverse of s by s square plus 4 അല്ലേ? By using convolution theorem. എന്താണ് L inverse of s minus 1? e raised to t ആണ്. സ്റ്റാർ അതെന്താണ്? ഇതിന്റെ cos 2t അല്ലേ? cos 2t. ഇനി എന്താണ് ചെയ്യേണ്ടത്?
ഇന്റഗ്രൽ 0 to t ആണ്. ഒരാളെ u എന്നും മറ്റേ t മൈനസ് യു എന്നും കൊടുക്കാം. നമുക്കിതിനെ t മൈനസ് യു എന്ന് കൊടുക്കാം. e റൈസ് ടു t മൈനസ് യു, അത് u എന്ന് കൊടുക്കാം. cos 2u du ഇങ്ങനെ എഴുതാം. ഒരു ടിയെ യു എന്നും മറ്റേ ടിയെ t മൈനസ് യു എന്നും കൊടുത്തു. ഇതെന്താണ്? ഇന്റഗ്രൽ 0 to t e റൈസ് ടു t ഇൻറ്റു e റൈസ് ടു മൈനസ് യു cos 2u du എന്നല്ലേ? ഇവിടെ e റൈസ് ടു t കോൺസ്റ്റന്റ് അല്ല, e റൈസ് ടു t വെളിയിലാക്കാം. e റൈസ് ടു t ഇന്റഗ്രൽ 0 to t e റൈസ് ടു മൈനസ് യു cos 2u du. ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ഇതെന്ത് ഫോർമുലയാണ്? ഇന്റഗ്രൽ e റൈസ് ടു ax cos bx dx ന്റെ ഫോർമുലയല്ലേ? എന്താണ്? e റൈസ് ടു ax ബൈ ഫോർമുല a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു a cos bx, കോസ് ആയതുകൊണ്ട് പ്ലസ് b സൈൻ bx, ഇതാണ് ഫോർമുല. ഇതൊന്ന് അപ്ലൈ ചെയ്തേ. അപ്പൊ എന്ത് വരും? ഒരു e റൈസ് ടു t വെളിയിലുണ്ട്, e റൈസ് ടു മൈനസ് യു ബൈ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പം 1 പ്ലസ് 4, 1 പ്ലസ് 4. അടുത്ത് എന്ത് വരും? മൈനസ് കോസ് 2u, മൈനസ് കോസ് 2u. അടുത്ത് പ്ലസ് ആണ് 2 സൈൻ 2u, 2 സൈൻ 2u. ഇനി ഒരു du കൂടെ വരും. ഇതല്ലേ? അതായത് e റൈസ് ടു t, നമ്മുടെ ലിമിറ്റ് കൊടുത്തില്ല. ലിമിറ്റ് എന്താണ്? 0 to t ആണ്. നമ്മൾ ഇന്റഗ്രേഷൻ കഴിഞ്ഞപ്പോഴാണ്, പിന്നെ d ഇല്ലല്ലോ. 0 to t ലിമിറ്റ് കൂടെ ഉണ്ട്. അപ്പൊ e റൈസ് ടു t ഇതാണ്. ഈ ബൈ 4 കൂടെ വെളിയിലാക്കാം. അപ്പൊ 4 പ്ലസ് 1 5 ആണ്. അപ്പർ ലിമിറ്റ് t കൊടുക്കുമ്പോഴത്തേക്ക് e റൈസ് ടു മൈനസ് t, നമ്മൾ യുവിനാണ് t കൊടുക്കുന്നത്, മൈനസ് കോസ് 2t സൈൻ 2t 0 അല്ലേ? അപ്പൊ അതില്ല. അപ്പർ ലിമിറ്റ് കൊടുത്തു. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? e റൈസ് 0 1 അല്ലേ? 1. ഈ 5 അങ്ങ് എടുത്തു കഴിഞ്ഞു. 1 ഇൻറ്റു എന്ത് വരും? കോസ് 0. കോസ് 0 എന്താണ്? 1 ആണ്, പക്ഷെ മൈനസ് ഉണ്ട്, മൈനസ് 1. സൈൻ 0 0 ആണ്. അപ്പൊ ഇത്രയും വരും. അതായത് e റൈസ് ടു t ബൈ 5, അത് പ്ലസ് 1 ആണ്. 1 മൈനസ് e റൈസ് ടു മൈനസ് t കോസ് 2t എന്ന് വരും. ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഒന്ന് സ്പ്ലിറ്റപ്പ് ചെയ്ത് എഴുതാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? e റൈസ് ടു t ബൈ 5 മൈനസ് e റൈസ് ടു ടിയും e റൈസ് ടു മൈനസ് ടിയും കൂടെ ക്യാൻസൽ ആയിട്ട് കോസ് 2t ബൈ 5. ഇതാണ് കിട്ടിയത്. ഇനി ഒരു ടേം കൂടെ ഉണ്ട്. നമ്മളിവിടെ ചെയ്തപ്പോഴും കുറച്ച് തെറ്റിപ്പോയായിരുന്നു. നമ്മൾ അപ്പർ ലിമിറ്റ് t കൊടുത്തപ്പോഴേ ഈ ടേമിൽ കൊടുത്തില്ല. അപ്പൊ ഇവിടെ എന്ത് വരും? അതും കൂടെ വരും. പ്ലസ് 2 സൈൻ 2t, പ്ലസ് 2 സൈൻ 2t കൂടെ വരും. ബാക്കി ഓക്കെ ആണ് അല്ലേ? ലോവർ ലിമിറ്റ് കൊടുത്തതൊക്കെ ശരിയാണ്. അപ്പൊ അവിടെ എന്ത് വരും? e റൈസ് t ബൈ 5 ഇൻറ്റു, ചെയ്ത് നോക്കാം. e റൈസ് ടു t ബൈ 5 ഉണ്ട്. അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ കിട്ടിയതാണ് e റൈസ് ടു മൈനസ് t. അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ e റൈസ് ടു മൈനസ് t മൈനസ് കോസ് 2t. അപ്പൊ മൈനസ് കോസ് 2t പ്ലസ് 2 സൈൻ 2t. അപ്പൊ പ്ലസ് e റൈസ് ടു മൈനസ് t 2 സൈൻ 2t. ഇനി എന്താണ്? പ്ലസ് 1ഉം e റൈസ് ടു മൈനസ് t. അപ്പൊ പ്ലസ് e റൈസ് ടു മൈനസ് t. ഇത്രയും ടേം ഉണ്ട് വെളിയിൽ, അല്ല അകത്ത്. ഇനി ബ്രാക്കറ്റ് മാറ്റുമ്പോൾ എന്ത് വരും? ആദ്യത്തേല് മൈനസ് കോസ് 2t ബൈ 5 അല്ലേ? e റൈസ് ടു ടിയും e റൈസ് ടു മൈനസ് ടിയും കൂടെ ക്യാൻസൽ ആയിട്ട് മൈനസ് കോസ് 2t ബൈ 5 പ്ലസ് അടുത്തതല്ലോ 2 ബൈ 5. e റൈസ് ടു ടിയും e റൈസ് ടു മൈനസ് ടിയും ക്യാൻസൽ ആവും, സൈൻ 2t അല്ലേ? അടുത്ത എന്ത് വരും? വീണ്ടും e റൈസ് ടു ടിയും e റൈസ് ടു മൈനസ് ടിയും ക്യാൻസൽ ആയിട്ട് പ്ലസ് ഇവിടെ പറ്റിയത് ഈ e റൈസ് ടി ഇതിന് മാത്രമേ ഉള്ളൂ, e റൈസ് മൈനസ് ടി ഇതിന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊരു
ഫ്രീ ആയിട്ട് വരുന്നതാണ്. പ്ലസ് 1 മാത്രമേ അവിടെ ഉള്ളൂ. പ്ലസ് 1 മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് വരും? പ്ലസ് e⁻t/5 എന്ന് വരും. അപ്പൊ ഈ ആൻസർ ആണ് കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം? സാധാ രീതിയിൽ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് വീണ്ടും ചെയ്ത് നോക്കണം. ഈ സെയിം ആൻസർ തന്നെ കിട്ടുമോ നോക്കണം. ഇവിടെ ഈ ഒരു ടേം വിട്ടുപോയപ്പോഴാണ് ആൻസർ മാറിപ്പോയത്. കണ്ടോ, ഈ ഒരു ടേം കൂടെ ഇവിടെ എനിക്ക് മിസ്സിംഗ് ആയിപ്പോയി. ഇനി അടുത്ത് ചെയ്യാം. ഇപ്പോൾ നേരത്തെ കിട്ടിയ ആൻസർ ആണ്, അത് അവിടെ കിടക്കട്ടെ. ഇനി ഒരു കൂടി ചെയ്യണേ. s/(s−1) × s²+4 നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെ മാറ്റാം? a/s−1 പ്ലസ് ഇവിടെ s²+4 വരുന്നതുകൊണ്ട് bs+c/s²+4 എന്നാണ്. ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇവിടെ s²+4 ആണ് ഒരു ഫാക്ടർ, അതുകൊണ്ട് bs+c/s²+4. ഇനി എന്ത് ചെയ്യും? മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ ഈ ടേം. മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ s−1 × s²+4 ആണ്. അപ്പൊ എന്ത് വരും? s = a × s²+4. a × s²+4. അടുത്തെന്താണ്? പ്ലസ് bs+c × s−1. ഇനി എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്താണ്? പുട്ട് s = 1. അത് മാത്രമേ ഉള്ളൂ. പുട്ട് s = 1 കൊടുക്കുമ്പോൾ എന്ത് വരും? പുട്ട് s = 1. അപ്പൊ ഇവിടെ 1 ആണ്. 1 = a × s-ന് 1 കൊടുക്കുമ്പോൾ 5a. പക്ഷെ ഈ ടേം ഇല്ല. അപ്പൊ എന്ത് വരും? a എന്ന് പറയുന്നത് 1/5 ആണ്. നമുക്ക് a കിട്ടി 1/5. ഇനി എന്ത് ചെയ്യണം? ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് s² നോക്കാം. ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് s². അപ്പൊ എന്ത് വരും? ഇവിടെ s² ഇല്ല, 0. ഇവിടെ a² അപ്പം കോഎഫിഷ്യന്റ് a. ഇവിടെ എന്ത് വരും? b² എന്നൊരു ടേം വരും, ബ്രാക്കറ്റ് മാറ്റുമ്പോൾ. അപ്പൊ പ്ലസ് b. a 1/5 ആണ്. അപ്പം b എത്ര? -1/5. ബിയും കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇക്വേറ്റിംഗ് ദ കോൺസ്റ്റന്റ് ടൈം ചെയ്താലും മതി. ഇക്വേറ്റിംഗ് ദ കോൺസ്റ്റന്റ് ടൈം ചെയ്യാം. ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റ് ടൈംസ്. ഇവിടെ കോൺസ്റ്റന്റ് ഉണ്ടോ? ഇല്ല, 0. ഈക്വൽ ടു ഇവിടെ കോൺസ്റ്റന്റ് ഉണ്ടോ? a × 4. അപ്പൊ 4a ഉണ്ട്. അപ്പൊ 4 അല്ല 4a. കോൺസ്റ്റന്റ് ടൈം 4a ആണല്ലോ. 4a. ഇവിടെ എന്ത് വരും? ഈ ബ്രാക്കറ്റ് ഒക്കെ മാറ്റി വരുമ്പോഴേ ഒരു -c എന്നൊരു ടേം ഇല്ലേ? -c 4 ടേം വരും. ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 4 ടേം വരും. -c ആണ് കോൺസ്റ്റന്റ്. നമുക്ക് എയും അപ്പൊ c കണ്ടുപിടിക്കാമല്ലോ. c = 4a ആണ്. c = 4a. അതായത് 4 × a എത്ര? 1/5. അപ്പൊ 4/5 എന്ന് കിട്ടി. എല്ലാ വാല്യൂസും കിട്ടി കഴിഞ്ഞില്ലേ? ഇതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ ഇനി ഇതെന്തായി? അവിടെ മുകളിൽ മാറ്റി എഴുതാം. അതായത് a എന്ന് പറഞ്ഞാൽ 1/5. അപ്പൊ ഇതെങ്ങനെയായി? s/s−1 × s²+4 എന്ന് പറയുന്നത് a 1/5 ആണ്. 1/5/s−1. 1/5/s−1 പ്ലസ് b ക്ക് -1/5 yes പ്ലസ് c ക്ക് 4. c ക്ക് എന്താണ്? 4/5 s²+4 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ആ നേരത്തെ കിട്ടിയ ആൻസർ തന്നെ കിട്ടുമോ നോക്കണം. അങ്ങനെയാണെങ്കിൽ വെരിഫൈഡ് എന്ന് എഴുതാം. ഈ 1/5 വെളിയെടുക്കാം. 1/5 × 1/s−1 പ്ലസ് ഇവിടെ നിന്നും ഒരു 1/5 വെളിയിലെടുക്കാം. 1/5 വെളിയിലെടുത്താൽ എന്ത് വരും? 1/5 പിന്നെ എന്താണ്? നമ്മൾ -1/5 വെളിയിലെടുക്കാതെ അവിടെയുള്ള ആ ടൈം മൊത്തം പോകും. -1/5 വെളിയെടുത്ത് കഴിഞ്ഞു. അപ്പൊ യെസ് ഇവിടുന്ന് -1/5 വെച്ച് കഴിഞ്ഞു. -4/s²+4 ഇല്ലേ? ഇനി ഇതിനൊന്ന് 1/5 × 1/s−1 മൈനസ് ഒന്ന് ഫ്രാക്ഷൻസ് ആക്കാം. s/s²+4 പ്ലസ് 4/s²+4 എന്ന് എഴുതാമല്ലോ അല്ലേ? 3 ഫ്രാക്ഷൻസ് ആയിട്ട് എഴുതാം.
1/5 വെളിയിൽ കൊടുത്തു. നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് കാണണം. L inverse of S by S minus 1 into S square plus 4 എന്ന് പറയുന്നത് എന്താണ്? 1/5 into എന്ത് വരും? L inverse of 1 by S minus 1 minus L inverse of S by S square plus 4 plus 4 L inverse of 1 by S square plus 4 അല്ലേ? അതായത് 1/5 ഇൻറ്റു എന്താണ്? 1 by S minus 1ന് e raised to t, അതായത് e raised to t by 5 എന്നൊരു ടേം അവിടെ ഉണ്ട്. ഇതെന്താണ്? മൈനസ് cos 2t ഒരു 5/5 അല്ലേ? 1/5 ഇവിടെ വെളിയിലുണ്ടല്ലോ. ഇനി അടുത്തെന്താണ്? ഇത് sin 2t by 2 ഒരു 4 ഉണ്ട്, പ്ലസ് 4/5 ഉണ്ട്, പിന്നെ എന്താണ്? sin 2t by 2 ഉണ്ട്. അപ്പൊ എന്ത് വരും? e raised to t by 4 e raised to t by 5 ആകട്ടെ, മൈനസ് cos 2t by 5 പ്ലസ് 2 sin 2t by 5. രണ്ടും സെയിം ആൻസർ തന്നെയല്ലേ കിട്ടിയത്? നോക്കി നോക്ക്. അപ്പൊ എന്ത് പറയാം? ഹെൻസ് വെരിഫൈഡ്. ആൻസർ ആയി കഴിഞ്ഞില്ലേ? ഹെൻസ് വെരിഫൈഡ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിലെ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് കൺവല്യൂഷൻ തിയറം. ഓക്കെ, താങ്ക് യു.